പിന്നെ സ്വാമി പണിക്കിറങ്ങി അയ്യപ്പ കോപം വരുത്തി വെക്കണ്ട. ചുമ്മാതെ നോക്കി നിന്നേച്ചാ മതി കേട്ടാ. സ്വാമി ശരണം. എന്നാലും അതല്ലല്ലോ, എവിടെയോ വെച്ച കണ്ട പരിചയമുണ്ട്. അടിച്ച് നിരപ്പാക്ക് വേലായത് കുട്ടി. ഈ കാര്യത്തിൽ ഒരു ദൈവസഹായം ഉണ്ടാവില്ല. ചാമ്പിക്കോ. ഇതുപോലെ നല്ല ഫുഡ് ഉണ്ടാക്കാൻ നമ്മുടെ പുതിയ താമസ സ്ഥലത്ത് ആ കുക്കിനോട് നീ ഒന്ന് പറയണേ. മൂക്കുമുട്ട തിന്ന് കിടന്നുറങ്ങാൻ വന്നവരല്ല നമ്മൾ. ദാസ, നമ്മള് സൗകര്യം കിട്ടുമ്പോ തിന്നില്ലെങ്കിൽ ഒടുവിൽ ഡയബറ്റീസ് വരുമ്പോ ഖേദിക്കും. ഇങ്ങനെ കഴിച്ചാൽ അതിനു മുമ്പ് തന്നെ ഖേദിക്കാം. എന്തോ ഒരു വ്യത്യാസം ഉണ്ടല്ലോ. ഏലക്ക കരാമ്പട്ട അല്ല, കരാമ്പട്ടയുടെ അല്ല അല്ലേ? അതിൽ ചേർത്തൊക്കെ പറഞ്ഞുതരാം. പക്ഷെ അതിനെക്കാട്ടിലും വലുത് എന്റെ മനസ്സിലെ തോന്നല. ഓരോ സുലൈമാനിയിലും ഒരിത്തിരി മുഹബത്ത് വേണം. ജീവിതം എന്ന കിതാബിന്റെ മുഖാഭാഗം പേജുകളിലും നമ്മൾ പ്രതീക്ഷിക്കാത്ത പാരഗ്രാഫുകളുണ്ട്. അത് തിരുത്തിയെഴുതാനോ കീറിക്കളയാനോ ഓരോ മനുഷ്യനും ആഗ്രഹിച്ചുകൊണ്ടിരിക്കും. തൊട്ടാവാടിയുടെ ഇംഗ്ലീഷ് പേര് ടച്ച് മീ നോട്ട് എന്നാണ്. എന്നെ തുടരുന്നതാണ് എൻ്റെ പേര്. നമ്മൾ രാവിലെ തൊടും, അത് വാടും. ആരെങ്കിലും രാവിലെ എൻ്റെ അടുത്ത് തെങ്ങിൻ്റെ വലമേ തൊട്ടോ? ഇല്ല. അത് നമ്മൾ പഠിപ്പിക്കുന്ന പാഠം. തൊട്ടാ വാടാത്തതിന് ആരും തൊടില്ല. നിങ്ങളെ ആളുകൾ ഞോണ്ടിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ തൊട്ടാവാടി ആയതുകൊണ്ടാണ്. നിങ്ങൾ ആളുകൾ കളിയാക്കുമ്പോൾ, ആളുകൾ നിങ്ങളെ ഇൻസൾട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേദനിക്കുന്നത് കൊണ്ടാണ് അവർ തിരികെ അത് ചെയ്യുന്നത്. നിങ്ങൾ അതിനെ മൈൻഡ് ചെയ്യുന്നില്ലെന്ന് അവർക്ക് തോന്നിയാൽ അവരെ പണി നിർത്തിക്കൊള്ളു. വളരെ സിമ്പിളാണ്. കാരണം മനുഷ്യന്റെ ഒരു ഹ്യൂമൻ നേച്ചറാണ് തൊട്ടാവടി തൊട്ടുകൊണ്ടിരിക്കും. അത് ചുരുങ്ങുന്നത് കാണാൻ രസമാണ്. വീട്ടിലാരൊക്കെയുണ്ട്? ചേട്ടാ, ഞാൻ ചാറിലേ വെച്ചുള്ളൂ. ഇതിനകത്തൊരു പീസ് ഇത് തിരിച്ചെടുത്തോ. ആദ്യമായിട്ടാ ചാറ് വാങ്ങിയിട്ട് ഒരാള് കഷ്ണം തിരിച്ചു തരുന്നത്. നമസ്കാരം സാർ. ജോസിനെ വിളിച്ചു വരുത്തി ഒരു നേരത്തെ ആഹാരം കൊടുക്കണമെന്ന് ഒരുപാട് നാളുണ്ട് ആഗ്രഹിക്കുന്നത്. പക്ഷെ ഇന്നാ നടന്നത്. ഒരു നേരത്തെ ആഹാരം ഇവന് നീ കൊടുക്കണമെന്ന് എന്നോട് പറഞ്ഞപ്പോ ഇത്രയും പ്രതീക്ഷിച്ചില്ല. 3 പെട്ടിയുടെ കാശ് ആ പട്ടിയിരുന്ന് വെട്ടി വിഴുങ്ങണത്. നീ നമ്മുടെ മോനെ കൊണ്ട് അകത്ത് പോയിക്കോ. ഇല്ലെങ്കിൽ ചിക്കനാണെന്ന് പറഞ്ഞ് നമ്മുടെ ചെക്കൻ അവൻ തിന്നും. കുട്ടിന്റെ മോറന്ത വാടന് പന്തൽ ചാമ്പുവാ. പഴത്ത് പന്തളി നടക്കല്ല മാനുട്ടെ പന്തൽ ചാമ്പുവാ. പെണ്ണെട്ടി നിക്കത്തി നോക്കട്ടി നിക്കത്തി
കുട്ടി ചാഞ്ഞടി മണഞ്ഞടി നിർത്തടി പുട്ടി ചെങ്ങടി തിരിഞ്ഞടി തിരിഞ്ഞടി പൊട്ട് മറക്കളി മെനഞ്ഞി ചിരിക്കണ തോക്ക് ചെടിക്കണ ചൊടിക്കണ തോക്ക് കുൻസായി മേന്റെ ഒരു വ്യവസായി നോക്ക് പായാൻ നിൽക്കുന്ന നെയ്ച്ചോറാക്ക് ഹൽക്കലി പോക്കൽ മാതിരി പോക്ക് സാറാക്ക് പൊസന്നകവുങ്ങില അടക്കടത്തോട് വെണ്ണൂറും ഉച്ചില പാതിര പകല് അൻസുന്റെ പാരിടിൽ ബോധിച്ച കടല് ഉപ്പിട്ട സോടട കുളിര് മകനെ പൊന്മകനെ മുത്തായവനെ നിന്നും സൂര്യനും ചന്ദ്രനും ഒന്നായവനെ കാലം കാത്ത് വച്ച രക്ഷകനെ സംഹാരകനെ ഞങ്ങൾ കണ്ണനായി വന്നവനെ ഭയമേ മാറിപ്പോ നീ അണ്ണൻ വന്നാൽ പിൻവിട്ട് നില്ല ഇരുട്ടിൽ സിറ്റി വാഴും രാജാവുക്ക് എല്ലാരും സുല്ല ഇവനെ തൊഴുവാനായും ജനത്തിരക്ക് കാലം എടുത്തു വച്ചാൽ സ്വർഗം പോലും മണ്ണപ്പേട് ലോകമെമ്പാടുമുള്ള മലയാളി ഫുട്ബോൾ പ്രേക്ഷകർക്ക് മലപ്പുറത്തെ MSP സ്പോർട്സ് ഗ്രൗണ്ടിലേക്ക് സ്വാഗതം. കമന്ററി ബോക്സിൽ ഞാൻ നിങ്ങളുടെ ഷൈജു ദാമോദരൻ. ഫുട്ബോളിനെ മണ്ണിലും മനസ്സിലും കൊണ്ടു നടക്കുന്ന ജനതയുടെ പേരെന്താണ്? മലപ്പുറം. ഒരു മുജ്ജന്മ ബന്ധം പോലെ ഫുട്ബോൾ നിത്യജീവിതത്തിന്റെ ഭാഗമായ നാടിന്റെ പേരെന്താണ്? മലപ്പുറം. നാടിന്റെ ജീവതാളമായി ഫുട്ബോളിനെ സ്വീകരിച്ച നാടിന്റെ പേരെന്താണ്? മലപ്പുറം. സ്വന്തം ജീവിതവും മരണവും അതിനിടയ്ക്കുള്ള എല്ലാ സംഭവ വികാസങ്ങളും രണ്ട് ഗോൾ പോസ്റ്റുകൾക്കിടയിലെ 90 മിനിറ്റ് നീളുന്ന പന്ത് കളിയുമായി താരതമ്യം ചെയ്ത് വളരെ ക്രിയേറ്റീവായി സംസാരിക്കുന്ന പച്ച മനുഷ്യരുടെ നാട് എവിടെയാണ് മക്കളെ?